കർണാടകയിൽ വീണ്ടും തോക്ക് ചൂണ്ടി വൻ കവർച്ച. മംഗളൂരു കൊട്ടക്കാർ സഹകാരി ബാങ്കിൽ നിന്നും മുഖംമൂടി ധരിച്ചെത്തിയ ആയുധധാരികളായ സംഘം 12 കോടിയോളം രൂപയുടെ സ്വർണവും പണവും കൊള്ളയടിച്ചു. തോക്ക്, വടിവാൾ, കത്തി എന്നിവ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കറുത്ത ഫിയറ്റ് കാറിലാണ് സംഘം എത്തിയത്. 25-നും 35-നും ഇടയിൽ പ്രായമുള്ളവരാണ് പ്രതികളെന്നാണ് സൂചന. സംഭവത്തിൽ പ്രതികളെ പിടികൂടാൻ പ്രത്യേക പോലീസ് സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മംഗളൂരു KC റോഡിലെ കൊട്ടക്കാർ സഹകാരി ബാങ്കിലാണ് പട്ടാപ്പകൽ വൻ കവർച്ച നടന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ 5-അംഗ സംഘം ജീവനക്കാരെ തോക്കു ചൂണ്ടി ബന്ദികളാക്കിയാണ് കവർച്ച നടത്തിയത്. സ്വർണവും പണവും ഉൾപ്പെടെ 12 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. കേരള കർണാടക അതിർത്തിയിലെ ടോൾ ഗേറ്റിന് സമീപത്തായാണ് കൊട്ടക്കാർ സഹകാരി ബാങ്ക്. കവർച്ച നടക്കുന്ന സമയത്ത് 5 ജീവനക്കാരാണ് ബാങ്കിൽ ഉണ്ടായിരുന്നത്. തോക്ക്, വടിവാൾ, കത്തി എന്നിവ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കറുത്ത ഫിയറ്റ് കാറിലാണ് സംഘമെത്തിയത്. സംഘം ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നതെന്ന് ജീവനക്കാർ മൊഴി നൽകി. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചതായി കർണാടക സ്പീക്കർ UT ഖാദർ പറഞ്ഞു. ಪೊಲೀಸ್ ಇಲಾಖೆ ಸಂಪೂರ್ಣ ಸಹಕಾರ ಪೊಲೀಸ್ ಇಲಾಖೆಯವರು ಸ್ಪೆಷಲ್ ಟೀಮ್ ಇದಕ್ಕೆ ಮಾಡಿಕೊಂಡು ಆನೆಸ್ಟ್ ಅಧಿಕಾರಿಗಳನ್ನು ಸಿಬ್ಬಂದಿಗಳನ್ನು ಆದಷ್ಟು ಬೇಗನೆ ಪತ್ತೆ ಹಚ್ಚಲು ಕ್ರಮ ಕೈಗೊಳ್ಳುವುದು ಮಾತ್ರ ಅಲ್ಲ. 25-നും 35-നും ഇടയിൽ പ്രായമുള്ളവരാണ് കവർച്ച നടത്തിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. പ്രതികൾ എത്തിയ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. സംഭവത്തിന് ശേഷം സംഘം മംഗളൂരു ഭാഗത്തേക്കാണ് കടന്നുകളഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരു ബീദറിൽ മുഖംമൂടി സംഘം 2 സുരക്ഷാ ജീവനക്കാരെ വെടിവെച്ച് 94 ലക്ഷം രൂപ കവർന്നത്. SBI ബാങ്കിന്റെ ATMിലേക്ക് നിറയ്ക്കാൻ കൊണ്ടുവന്ന പണമായിരുന്നു ഇത്. പ്രതികളെ പിടികൂടുന്നതിനായി ഊർജിതമായ അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് മംഗളൂരുവിൽ സമാനമായ സംഭവം നടന്നത്. ന്യൂസ് 18 കാസർഗോഡ്.